വചനം വചനം ത്രിയേക ദൈവമം വചനം. ആകാശത്തോളം ഉയരാൻ കഴിയുന്ന വിശുദ്ധർക്കേ ഭൂമിയോളം താഴാൻ കഴിയുകയുള്ളൂ. ത്രസ്കാന്തോസിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ആരാധനാക്രമത്തിലെ 5-ാമത്തെ ഞായറാഴ്ച നാം വിചിന്തനം ചെയ്യുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൂക്കാ സുവിശേഷകൻ ഈയൊരു സംഭവം അവതരിപ്പിക്കുക. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ സംഭവം ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ കാണിക്കുന്നുവെങ്കിൽ ലൂക്കാ സുവിശേഷകൻ സ്വന്തം ദേശത്ത് തിരസ്കരിക്കപ്പെട്ടതിൻ്റെയും ശിമയോൻ പത്രോസിൻ്റെ ഭവനത്തിൽ ഉജ്ജ്വലമായ സ്വീകരണം ലഭിച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ ഉതിരുന്ന ശിമയോൻ പത്രോസിൻ്റെ ഭാവി ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ സംഭവം ലൂക്കാ സുവിശേഷകൻ വിവരിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു സുവിശേഷ ഭാഗത്ത് 3 ചിന്തകളിലൂടെയാണ് നാം കടന്നു പോവുക. ഒന്നാമതായിട്ട് ശിമയോൻ പത്രോസിൻ്റെ അനുസരണം, രണ്ടാമതായി ശിമയോൻ പത്രോസിൻ്റെ പ്രതികരണം, മൂന്നാമതായി ശിമയോൻ പത്രോസിൻ്റെ ഈശോയോടുള്ള അനുഗമനം. ഈ 3 ചിന്തകളിലൂടെ നമുക്ക് ഇന്ന് കടന്നു പോകാം. ഒന്നാമതായി ശിമയോൻ പത്രോസിൻ്റെ അനുസരണം. പത്രോസിൻ്റെ ഭവനത്തിൽ ഉജ്ജ്വലമായ സ്വീകരണം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഈശോ ശിമയോൻ പത്രോസിൻ്റെ വഞ്ചി തിരഞ്ഞെടുത്തത് ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി. ജനങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം ഈശോ ശിമയോൻ പത്രോസിനോടും കൂട്ടരോടും പറയുന്നുണ്ട്, നിങ്ങൾ ആഴത്തിലേക്ക് വലയിറക്കുക എന്ന്. തലേന്ന് രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് ഒന്നും ലഭിക്കാതിരുന്ന, അല്ലെങ്കിൽ കടലിൻ്റെ ആഴവും ഉള്ളും അറിയുന്ന ശിമയോൻ പത്രോസിനോടും കൂട്ടരോടും ഈശോ പറയുകയാണ്, നിങ്ങൾ ആഴത്തിലേക്ക് വലയിറക്കുക എന്ന്. ഗുരു എന്ന് വിളിച്ചുകൊണ്ട് ശിമയോൻ പത്രോസ് അങ്ങ് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ അത് ചെയ്തു കൊള്ളാമെന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് ഒരു മുക്കുവൻ്റെ അനുസരണം. ഗുരു എന്ന് വിളിക്കുമ്പോൾ ഒരു സാധാരണ യജമാനൻ്റെ ലാഘവത്തോടു കൂടെയാണ് ഗുരു എന്ന് വിളിക്കുക. പക്ഷേ അവിടെ അനുസരിക്കുന്നത് കൊണ്ട് തന്നെ മാത്രം ശിമയോൻ പത്രോസിനും കൂട്ടർക്കും ആഴത്തിലേക്ക് വലയിറക്കിയപ്പോൾ ധാരാളം മത്സ്യങ്ങൾ, 2 വഞ്ചി നിറയെ, വഞ്ചി മുങ്ങാറാവോളം മത്സ്യങ്ങൾ ലഭിക്കുന്നതായിട്ട് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു അനുസരണമാണ് ദൈവത്തോടുള്ള അനുസരണം, മനുഷ്യരോടുള്ള അനുസരണം. ഈ അനുസരണമാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടായത്, പത്രോസിൻ്റെയും കൂട്ടരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായത്. ദൈവത്തെ അനുസരിക്കുക എന്നത് ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ദൈവത്തെ അനുസരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവുക, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാവുക. രണ്ടാമതായിട്ട് നാം കാണുക പത്രോസിൻ്റെ പ്രതികരണമാണ്. വഞ്ചി നിറയെ മത്സ്യം ലഭിച്ചപ്പോൾ പത്രോസിൻ്റെ പ്രതികരണം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ വളരെ അർത്ഥവത്താണ്. വഞ്ചി നിറയെ മത്സ്യം ലഭിക്കുകയും സമ്പൽ സമൃദ്ധി ലഭിക്കുകയും ചെയ്തപ്പോൾ പത്രോസ് ചെയ്തത് വിനയത്തോടുകൂടി പത്രോസ് ഈശോയുടെ കാൽക്കൽ വീണ് കർത്താവേ എന്ന് വിളിക്കുന്ന ശിമയോൻ പത്രോസിനെ കാണുവാൻ വേണ്ടി സാധിക്കും. കർത്താവേ എന്ന് വിളിക്കുക മാത്രമല്ല, ശിമയോൻ പത്രോസ് പറയുക ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണമേ എന്ന്.
ഇതാണ് പത്രോസിൻ്റെ പ്രതികരണം. തൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടായപ്പോഴും ആ സമൃദ്ധി ഉണ്ടായത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ കൃപയുടെ മുൻപിൽ പാപിയായ എന്നെ ദൈവത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ വേണ്ടിയിട്ട് സാധ്യമല്ല എന്ന തിരിച്ചറിവിലാണ് പത്രോസ് കമിഴ്ന്ന് ഈശോയുടെ കാൽക്കൽ വീണ് ദൈവമായ കർത്താവേ എന്ന് വിളിക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഒരു വഴി തുറക്കുകയും ചെയ്തു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും പറയുന്നുണ്ട്, ഞാൻ പാപികളുടെ അഗ്രഗണ്യനാണെന്ന്. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യരുടെ മുൻപിൽ വിനയം വേണം. അവിടെ ദൈവമായ കർത്താവിനെ തിരിച്ചറിയണം. എൻ്റെ മാനസാന്തരത്തിലേക്ക് എന്നെ വഴി നടത്തുമ്പോൾ മാത്രമാണ് എനിക്ക് ദൈവത്തെ, എൻ്റെ കർത്താവിനെ തിരിച്ചറിയുവാൻ വേണ്ടി സാധിക്കുക. പിന്നീട് മൂന്നാമതായിട്ട് പത്രോസ് ഈശോയെ അനുഗമിക്കുന്നുണ്ട്. ഈ സമ്പൽ സമൃദ്ധിയിലും ഈശോയെ അനുഗമിക്കുവാൻ വേണ്ടിയിട്ട് പത്രോസ് മുതിരുകയാണ്. പത്രോസ് എങ്ങനെയാണ് ഈശോയെ അനുഗമിക്കുക എന്നാണ് പ്രധാന ചോദ്യം. വഞ്ചി നിറയെ മത്സ്യം ലഭിച്ചു, വലയുണ്ട്, വഞ്ചികളുണ്ട്, എല്ലാം ഉണ്ടായിട്ടും എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുന്ന ശിമിയോൻ പത്രോസും കൂട്ടരും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത്. ഞാൻ ഈശോയെ അനുഗമിക്കുന്നു എന്ന് പറയുന്നു, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ എനിക്ക് ഉപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളത് ഉപേക്ഷിച്ചാൽ മാത്രമേ ഈശോയെ യഥാർത്ഥത്തിൽ അനുഗമിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സമ്പൽ സമൃദ്ധിയെ ഞാൻ ഉപേക്ഷിക്കുവാൻ വേണ്ടി തയ്യാറുണ്ടോ? എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സ്ഥാനമാനങ്ങളെ ഞാൻ ഉപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണോ? എൻ്റെ ജീവിതത്തിലുള്ള പാപ സാഹചര്യങ്ങളെ ഞാൻ ഉപേക്ഷിക്കുവാൻ വേണ്ടി തയ്യാറാണോ? അങ്ങനെ തയ്യാറാകുമ്പോൾ മാത്രമാണ് ഈശോയെ അനുഗമിക്കുവാനും എനിക്കും സാധിക്കുക. അവസാനമായി ഈ 3 ചിന്തകളെ നമുക്കൊരിക്കൽ കൂടി ഓർക്കാം. ശിമിയോൻ പത്രോസിൻ്റെ അനുസരണം, ശിമിയോൻ പത്രോസിൻ്റെ പ്രതികരണം, ശിമിയോൻ പത്രോസിൻ്റെ അനുഗമനം. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.